എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു മാമാവാദികളുടെ കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നല്ലവരായ കേരളത്തിൽ വോട്ടർമാരുടെ ഇടയിലോട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇവരിവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കുരയ്ക്കും. അതായത് ഇവിടെ LDF ജയിക്കും, UDF ജയിക്കും, BJP 3-ാം സ്ഥാനത്ത് പോകും എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടുത്ത പ്രധാനമന്ത്രിയാണ് എന്നും പറഞ്ഞ് 20 സീറ്റുകളിൽ വിജയിപ്പിച്ചു വിട്ടു. ഈ 20 സീറ്റുകളിലും എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പല രീതിയിലും പല സോഷ്യൽ മീഡിയയിലും പല ഇതിനകത്തും വന്ന് നമ്മൾ പ്രതികരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് വെച്ച് ഇപ്പൊക്കെ തന്നെ വയനാട് അമിതയെ നോടി ഇവിടെ വന്ന് നിൽക്കുക, പ്രധാനമന്ത്രിയാവുന്ന പറഞ്ഞാൽ ഭാവി പ്രധാനമന്ത്രിയായിട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. അതെനിക്ക് അങ്ങനെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. നല്ല കാര്യമല്ലേ. പിന്നെ പറയാനുള്ളത്, യുവജനങ്ങളെ ഒരുപാട് പേരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയേക്കുന്നത് നമ്മുടെ BJP. അതിനകത്ത് പത്തനംതിട്ട എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനിൽ ആൻ്റണി ആളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 15 വർഷക്കാലം ആൻ്റണി എന്താണ് ആ നാട്ടിൽ ചെയ്തതെന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ഇപ്പം കുറഞ്ഞ സമയം കൊണ്ട് ഈ പറഞ്ഞ പത്തനംതിട്ടയിൽ ഇത്രയൊരു വളർച്ച ഉണ്ടാക്കാനായിട്ട് അനിൽ ആൻ്റണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം നിങ്ങൾ ആ ആളുടെ കയ്യിൽ കൊടുത്താൽ തീർച്ചയായിട്ടും വികസനം എന്ത്, പത്തനംതിട്ടയുടെ വികസനം എന്ത് എന്നുള്ളത് ആ ആൾ തെളിയിച്ചു തരും. അല്ലാതെ ഈ ആൻ്റണി 5 വർഷം ഞങ്ങളുടെ കുത്തക സീറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിയെ ജയിപ്പിച്ച് വിട്ടിട്ട് ഒരു കാര്യവുമില്ല. അതല്ല, ഇനിയും തുടർഭരണം BJP തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് വിടേണ്ട കാര്യമുണ്ടോ? അത് തന്നെയല്ല, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ച് വരുന്ന എത്രയോ, എൻ്റെ കണക്കൂട്ട് പ്രകാരം ശരിയാണെന്നുണ്ടെങ്കിൽ 5+7 അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഉള്ള കാര്യം ഞാൻ പറയാം, കറക്റ്റായിട്ടുള്ള ഒരു ഇതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, വയനാട്, പാലക്കാട്, ഇത്ര സ്ഥലങ്ങൾ എനിക്ക് നല്ല വ്യക്തമായിട്ടുള്ള ഒരിതുണ്ട്. അതിനിടയ്ക്കൊരു ഇത് കിടക്കുന്ന പറഞ്ഞാൽ കോട്ടയം ഇതുപോലെ തന്നെ BDJSൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോട്ടയത്ത് ആദ്യത്തെ ഒരു കുടം BDJSൻ്റെ ആദ്യത്തെ അക്കൗണ്ട് തുറക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു നിരീക്ഷണമാണ് കേട്ടോ, കറക്റ്റായിട്ടുള്ള ഒരു ഇതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രവചിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്, നമ്മുടെ ആ രീതിയിലുള്ളതൊന്നുമല്ല. പിന്നെ ആലപ്പുഴയിൽ ഒരു അട്ടിമറി നടക്കാൻ ചാൻസ് ഉണ്ട്. അട്ടിമറി നടക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുക തന്നെ ചെയ്യും. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയം ഉറപ്പാണ്. അതുപോലെ തന്നെ കാസർഗോഡ് അശ്വിനി, അതുപോലെ ഏറെടുത്ത് പറയുന്ന എല്ലാ ആൾക്കാരും തന്നെ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിരിക്കുന്നത് കേരളത്തിൽ. പണ്ട് KR ഗൗരിയമ്മയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാകും എന്നും പറഞ്ഞ് വന്നിട്ട് അവസാനം തഴഞ്ഞ ഒരു സ്ഥലത്താണ് ഇന്ന് അവർക്ക്, അതായത് അന്ന് വോട്ട് ചെയ്ത് ഈ പറഞ്ഞ KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാതെ മാറ്റി നിർത്തിയ ആൾക്കാർക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു നേതാവിനെയാണ് ആലപ്പുഴയിൽ കിട്ടിയിരിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ അല്ലേ. അപ്പം നമ്മൾ ആ ആളെ വിജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിയാണ്. അതുപോലെ 100 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇപ്പോൾ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതാണ് ശോഭാ സുരേന്ദ്രൻ. എന്നുവെച്ചാൽ പാർട്ടിയിൽ നിന്ന് കൈയിട്ട് വാരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളോ കാര്യങ്ങൾക്കോ ഒന്നും പോകുന്നത്. മറ്റുള്ള പാർട്ടികളെ തമ്മിലുണ്ട്, അവരുടെയൊക്കെ ബാങ്ക് ബാലൻസ് എടുത്തു കൊടുത്താൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട്. ഇപ്പം തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന പഴയ തോമസ് ഐസക്, ആ പുള്ളിയുടെ ഇനിയിപ്പോൾ ഇത് കഴിയുന്നുണ്ട് തന്നെ പുള്ളി നേരെ IDയുടെ ഇതിലോട്ടായിരിക്കും പോകേണ്ടത്. പിന്നെ അതിലോട്ട് കുഴിയിലോട്ട് കാല് നീട്ടിരിക്കുന്ന കുറേ നേതാക്കന്മാരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതും കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ ഇലക്ഷനാണ് വരുന്നത്, അന്നേരം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ഇതിലോട്ടാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതുപോലെ തന്നെ സത്യത്തിൻ്റെ നേരെ സത്യം വിളിച്ച് പറയുമ്പോഴത്തേക്ക് അതിന് നേരെ കല്ലെറിയുന്ന കുറേ ആൾക്കാരുണ്ട്. കൊല്ലത്ത് കൃഷ്ണകുമാറിനെതിരെ കണ്ടില്ല കാണിച്ച്. ആ പുള്ളിയൊക്കെ എന്താ ചെയ്തേക്കുന്നത്? നാടിന് നല്ലത് ചെയ്യണമെന്ന് അല്ലേ, ഒരവസരം കൊടുത്തിട്ട് അത് ഇവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ നാട്ടിൽ അല്ലെ ആ മണ്ഡലത്തിൽ അല്ലെ ആ ജില്ലയിൽ അല്ലെ ആ പഞ്ചായത്തുകളിൽ അതിനുള്ള വികസനം എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ഓക്കെ. ഇത് മാറി ഇരുമുന്നണികളും ഭരിച്ചിട്ട് ഇപ്പോൾ അമ്മാവനും കളിച്ചിട്ട് രണ്ടുപേരും കൂടെ തോളെ കൈയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മൊത്തം നിൽക്കുന്നു. ഇവിടെ വന്നിട്ട് ഇവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിഷയമാണ്. അതായത് എല്ലാ ദുശീലങ്ങളും നിർത്തിയിട്ട് അമ്മയുടെ അനിയത്തിക്കിട്ട് സ്വന്തമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണിപ്പോൾ വന്നേക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇവർ തോളെ കൈയിട്ട് കേരളത്തിൽ വരുമ്പോൾ മാത്രം എന്ത് ഇവരിങ്ങനെ കാണിക്കുന്നത്? അപ്പോൾ അവിടെ ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ LDF UDF ആയിട്ട് അവിടെ മത്സരം. അപ്പോൾ LDF പറയുന്നത് ഇവർ ജയിച്ചു കഴിഞ്ഞാൽ അത് BJPയിലോട്ട് പോകും. എന്തിനാ പിന്നെ അങ്ങനെ ജയിപ്പിക്കാതെ? എന്താ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി എങ്ങനെ ജയിപ്പിച്ചാൽ പോരെ? നാണം കണ്ടൻ്റെ കാര്യമുണ്ടോ?
ഇടനിലക്കാരെ ആവശ്യമുണ്ടോ ഇതിനകത്ത്? ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ ആരും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് അവർ ജയിക്കും ഇവർ ജയിക്കും. അതൊക്കെ ചുമ്മാ ഇത് തന്നെ. ഇവരൊക്കെ പ്രവചനമാണോ നടക്കുന്നത്? ഒന്നുമല്ല നടക്കുന്നത്. അതിനൊക്കെ അപ്പുറമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ജനങ്ങൾ അറിയാൻ തുടങ്ങി. അതായത് നേരത്തെ എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു വീട്ടിൽ ചെന്നിട്ട് ഇവരൊരു പ്രകടന പത്രിക കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് ശരി അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇത് ഇപ്പോൾ ആ സമയമല്ല. വിരൽത്തുമ്പിലെ സത്യങ്ങൾ നമുക്ക് മറയ്ക്കാൻ പറ്റില്ല. എന്തും ഏതൊരു ഇതും നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് കിട്ടും. ഒരാളെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഫുള്ളായിട്ടുള്ള ഇത് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം കേരളത്തിൽ ഉണ്ടായിരുന്ന MLA-മാരെങ്കിലും MP-മാരാണെങ്കിലും എല്ലാവരും ഞങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വികസനം ഇവിടെ ചെയ്തു ഈ ഫണ്ടൊക്കെ ഇവിടുന്ന് വരുന്നതാണ്. അത് എത്ര പേര് വിനിയോഗിച്ചിട്ടുണ്ട്? കേന്ദ്രം കൊണ്ടുവരുന്നത് റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവന്ന റോഡാണെന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കാനും, അല്ലെ റെയിൽവേ ഇത് ഇപ്പോൾ നമ്മുടെ പ്രേമചന്ദ്രൻ കണ്ടില്ലേ കൊല്ലത്ത്, അതായത് വിമാനത്താവളം മാറി നിൽക്കും എന്നും പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അത് പുള്ളി കൊണ്ടുവന്നതാണ്. അത് കേന്ദ്രത്തിൻ്റെ നടപടി വികസനങ്ങളാണ് ഇതെല്ലാം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നിബിരി കിടന്ന് ഗ്യാസും പെട്രോൾ എന്ന് പറയും. ഗ്യാസും പെട്രോളിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു കർഷകൻ എന്ന നിലയില്ല, വെറും ഭൂമി പോലും ഇല്ലാത്തവർ എഴുതി കൊടുത്തിട്ട് മേടിച്ചിട്ടുണ്ട് 2000 രൂപ വെച്ച്. എത്ര മാസം മേടിക്കുന്നുണ്ട്? ഇപ്പോഴും മേടിക്കുന്നില്ലേ? ഇനി ഈ ഒരു 5 വർഷം നിങ്ങൾക്ക് കിടന്ന് മോങ്ങണ്ട. അതായത് ജയിപ്പിച്ചു വിട്ടിട്ട് കിടന്ന് മോങ്ങാതെ ആ നാടിന് വികസനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തി, നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം വോട്ട് നിങ്ങൾ BJPക്ക് തന്നെ ചെയ്യുക. അല്ല ജയിക്കത്തില്ല തോറ്റുപോകും എന്നും പറഞ്ഞ് നിങ്ങൾ നിൽക്കില്ലേ? നിങ്ങൾ ചെയ്തു നോക്ക് കറക്റ്റായിട്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ വഴി ഞാൻ കണ്ടൊരു ഇതാണ്. അതായത് ഞങ്ങളുടെ ഇതിൽ എല്ലാ ഇതിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ആരോടും ഇന്നടുത്ത് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും രണ്ട് ഇതായിട്ടുള്ള, ലോക്സഭ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ട് ഇതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. ആർക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല. അതുപോലെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളിപ്പോൾ അവിടെ ജയിപ്പിച്ചിട്ട് ഈ ആലപ്പുഴ ജില്ല എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ല എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതുപോലെ തന്നെ അനിൽ ആന്റണിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പം വയസ്സായി, നല്ല പ്രായമൊക്കെ ആയി. ഇനിയിപ്പം വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് പോകാനോ അല്ലെങ്കിൽ ഇതില്ല. അപ്പോൾ കാലാകാലങ്ങൾ അവിടെ നിന്ന് അവിടെ വേണം ഇവിടെ വേണം എന്നുള്ള രീതിയിൽ പുള്ളി നിൽക്കുക. പുള്ളിയുടെ പ്രസ്താവനകളെല്ലാം മകനെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ഇത് വന്നു പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഒന്നും ഒരു മുഖവരയ്ക്കേ എടുക്കണ്ട. ഇന്നുമ്പോൾ നാളെ ഉമ്മൻചാണ്ടിയുടെ മകൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ BJPയിലോട്ട് വരും. അല്ല നിങ്ങൾ കണ്ടോ? കാരണം ഇവർക്കൊരു അടിസ്ഥാനമില്ല. ഭാവി പ്രധാനമന്ത്രി എന്നുള്ളൊരു വാഗ്ദാനം മാത്രമേ ഉള്ളൂ ഇന്ന് UDFനുള്ളത്. അത് നമ്മൾ ചിന്തിക്കണം, ശരിയല്ലേ? അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഈ ജയിപ്പിച്ചു വിടുന്ന ആൾക്കാർ അവിടെ ചെന്ന് കിടന്നിട്ട് കുറേ ഇപ്പം രമ്യയെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് ഇവിടെ കുറേ പാട്ടും പാടി അങ്ങോട്ട് വിട്ടിട്ട് എന്നെ ഒരു കാര്യമില്ല. കുറേ വിവരക്കേട് പോയിരുന്നു അവിടെ സംസാരിക്കാനായിട്ട് നിൽക്കാനും. അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള എത്രണ്ണം ഉണ്ട്? നേരെ സംസാരിക്കാൻ അറിയാൻ എത്രണ്ണം പോലും സംസാരിക്കും. കഴിഞ്ഞ ദിവസം പ്രതാപം പറഞ്ഞിട്ട് ഞാൻ വിരൽ ചൂണ്ടി നിന്ന് സംസാരിച്ചു. എന്ത് വിരൽ ചൂണ്ടി? കടത്തിച്ചാടിയ കാര്യമോ? മീൻ പിടിക്കാൻ പോയ കാര്യമോ? നാക്കെടുത്ത കള്ളം മാത്രം പറയുന്നത്. ഞങ്ങൾ റെയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് റെയിലിൻ്റെ പേര് ഒത്തിരി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച്. അത് കഴിഞ്ഞ് ഫോൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അതിൻ്റെ പേര് കോടികൾ ഇതാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. കേന്ദ്രം കൊണ്ടുവന്ന അരിക്ക് ബദലായിട്ട് ഇത് കൊണ്ടുവന്ന എത്ര ദിവസത്തേക്കാണ്? ഈ ഇലക്ഷൻ്റെ ആ ഒരു ഇത് വരാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അതായത് അവർ പറഞ്ഞ ആ ഒരു ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. LDF ഒരു എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞില്ലേ? ശരിയാവില്ല. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞൊരു വാചകമുണ്ട്, ചതിക്കില്ല. അത് ഉറപ്പാണ്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ചതിക്കത്തില്ല. പുള്ളി ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എന്തോ എടുത്തങ്ങ് ഉടുക്കുക അതുപോലത്തെ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് നല്ലതിൻ്റെ നേരെ നമ്മൾ കൺ തുറക്കുക, നല്ലതിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മൾ, ശരിയല്ലേ? അപ്പോൾ വരും 5 വർഷം കൊണ്ട് നമ്മുടെ ഇപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്ന് ശോഭസുരേന്ദ്രൻ ജയിച്ച് കയറി കഴിഞ്ഞാണല്ലോ കേരളത്തിലെ, അതായത് ഏറ്റവും നല്ലൊരു ജില്ലയായിട്ട് മാറും ആലപ്പുഴ ജില്ല. അതുപോലെ തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കാസർഗോഡ്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും. വയനാടൊക്കെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഭാവി പ്രധാനമന്ത്രിക്കെതിരെയാണ് ഈ പ്രാവശ്യം സുരേന്ദ്രൻ മത്സരിക്കുന്നത്. ശരിക്കും ഉണ്ടല്ലോ ഒരു അവിടെ ജനങ്ങളെ തിരിച്ചറിയട്ടെ, ശരിയല്ലേ? പിന്നെ പത്തനംതിട്ടയിൽ ഈ പറഞ്ഞ PC ജോർജിനെ ഒഴിവാക്കിക്കൊണ്ട് അനിൽ ആന്റണിയെ നിർത്തിയതിനെതിരെ ഒരുപാട് വിമർശനവും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് എങ്ങനെയാ മോശമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒറ്റ മറുപടി ഉള്ളൂ, PC ജോർജ് എവിടെ ഇരിക്കേണ്ടത്? നിയമസഭയ്ക്കകത്ത വേണ്ടത്. ഇവനെയൊക്കെ എടുത്തിട്ട് വട്ടം കറക്കാനും വെള്ളം കുടിപ്പിക്കാനും നിയമസഭയിലോട്ട് ജയിപ്പിച്ചു കൊണ്ടു. പാർലമെന്റിൽ പോകണ്ട, ഇവിടെ വേണം. മനസ്സിലായോ?
അത് നല്ലൊരു മന്ത്രിയായിരിക്കും. പുള്ളി കൈകാര്യം ചെയ്യാൻ പോകുന്ന ആ ഒരു ഇത് കണ്ടോണം. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പം ആളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. മാറ്റി നിർത്തിയേക്കുന്നല്ല, എല്ലായിടത്തും പോയി നല്ല രീതിയിൽ പുള്ളി എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്ക് ആളുടെ ആ ഗതിയെ മാറിക്കളയും. എന്നിട്ട് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നിന്നും ജയിച്ച് കയറി വരും. ജനങ്ങൾ തന്നെ ജയിപ്പിച്ചെടുക്കും. ഇവിടെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞ് ഏറ്റവും കൂടുതൽ പുലർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ആരാന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ആരാന്നറിയാമല്ലോ? ഇവിടെ LDF UDF മറ്റ് സ്ഥലങ്ങളിലൊന്നും വിഷയമില്ല. അതുപോലെ നിങ്ങൾ വടക്കേന്ത്യയിലൊക്കെ ചെന്ന് നോക്കിയേ, ഇവിടെ ഇവർ പറയുന്ന മുസ്ലിം വിരോധമാണ് ഇവരെ കാണിക്കുന്നതെന്ന്. എവിടെ കാണിക്കുന്നതാണ് പറയുന്നത്? ആര് കാണിച്ചെന്നാണ് പറയുന്നത്? ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? ആരും കാണിക്കുന്നില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് കീഴിൽ ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ, അതായത് എല്ലാവർക്കും തുല്യനീതി ആ രീതിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളൊരു ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനികളെ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, അങ്ങനൊന്നുമല്ല. അതെല്ലാം ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് ആൾ കാണുന്നത്. ആ ആളുടെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ആയിരിക്കും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലായോ? അപ്പൊ കേരളത്തിൽ കിടന്ന് നമ്മൾ ചുമ്മാ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ട് വയനാട്ടിൽ എന്തോ ഒരു പരിപാടിക്ക് കുഞ്ഞാലിക്കുട്ടിയെ ഇറക്കി വിടുന്നുണ്ട്. അതൊക്കെ എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ ആളെയൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ ആരെ ഇറക്കി വിടത്തില്ല. ഇങ്ങോട്ട് വരുന്നവരെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കത്തുള്ളൂ. അവർക്ക് വേണ്ട അംഗീകാരം കൊടുത്തുകൊണ്ട് തന്നെ നിർത്തത്തുള്ളൂ. അവർക്ക് ആവശ്യം ആവുന്ന സമയത്ത് അവർക്ക് സീറ്റ് കൊടുത്ത് നമ്മൾ ജയിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് മാക്സിമം നോക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, മനസ്സിലായോ? ഇന്നും ഇമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ പിന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയത പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ ഇവർ പറയും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ നാടിൻ്റെ വികസനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാലം നല്ല വിളക്ക് വെട്ടത്തും അല്ലെങ്കിൽ റോഡിലെ ലൈറ്റിൻ്റെ വെട്ടത്തിരുന്ന് പഠിച്ച ഒരുപാട് പിള്ളേരുണ്ട്. അവർക്കൊന്നും ഇന്ന് ജോലിയില്ല. അവരൊക്കെ നാട്ടിലാകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കോട്ട് നടക്കുക. എന്നിട്ട് പിൻവാതിൽ നിയമനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് നമ്മുടെ ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യും, നമ്മുടെ കൺമുന്നിൽ തന്നെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ 10 പേർക്ക് തൊഴിൽ കിട്ടുന്നതിലുള്ള എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം. ഈ പറഞ്ഞ 2 ഇത് തുടങ്ങിയിട്ടുണ്ടോ? നാട്ടിൽ എന്തെങ്കിലും ഒരു തുടങ്ങിയതായിട്ട് കാണിച്ചു തരാമോ? ഉള്ളതും കൂടെ കൊണ്ടുപോയി അവസാനത്തേക്ക് ടെക്സ്. ഇതൊക്കെയാണ്. എവിടെയെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങി അവിടെ കൊടി കുത്തി നശിപ്പിക്കാന്നുള്ള കേസുകളുണ്ട്, അത് നന്നാക്കാന്നുള്ള കേസില്ല. പിന്നെ പറയാൻ ഈ കഴിഞ്ഞ ദിവസം കേസ് തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ അവിടെ കണ്ടില്ല, ഒരു പോലീസുകാരൻ കൊണ്ടു അവരൊക്കെ എന്തൊരു ഇതാ കാണിക്കുന്നത്? ഈ അമ്പലത്തിൽ കയറി ശ്രീരാമന്റെ ഇത് അമ്പലത്തിലല്ല, പിന്നെ എവിടെ കൊണ്ട് കയറണ്ടേ, എവിടെ കൊണ്ട് വെക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കാവോ? ശബരിമലയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കുറെ കിടന്ന് കാണിച്ചാൽ ഞാൻ കിടന്ന് അനുഭവിച്ചതാ. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടുതൽ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ കാണിച്ച അക്രമത്തിന്റെ. അതൊക്കെ ഹിന്ദുക്കൾക്ക് നേരെ. അപ്പൊ ഹിന്ദുക്കൾ അതിന് നേരെ ശബ്ദം ഉയർത്തണ്ടെന്നാണോ പറയുന്നത്? അന്നേരം ഉയർത്തണം. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന് നേരെയാണല്ലോ, അല്ല ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന് നേരെയാണല്ലോ, ഒരു ഹിന്ദുവിന്റെ വിശ്വാസത്തിന് നേരെയാണെങ്കിലും ഇവിടുത്തെ നിയമം ആവശ്യമില്ലാതെ കടന്നുകയറ്റം നടത്തിയാൽ അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. അതാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇവന്മാരി കുത്തിത്തിരിപ്പുമായിട്ടൊരു വർഗീയ പാർട്ടിയാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ അതിനകത്ത് വീണ് പോകുന്നതുകൊണ്ടാണ് ഈ വരുന്ന കുഴപ്പം. നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് നോക്കി. ഒന്നും വേണ്ട, നമ്മളെ കേരളം വിട്ടിട്ട് നിങ്ങൾ പുറത്തോട്ടിറങ്ങി നോക്കുക. പുറത്തോട്ടിറങ്ങി മറ്റ് സ്ഥലങ്ങൾക്കൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കി. അന്നേരം അറിയാം അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിന്നോ വേർതിരിവൊന്നുമില്ല. അവരെല്ലാവരും തോളക്കായിട്ട് നടക്കുക. ഇലക്ഷൻ വരുമ്പോൾ അവർ നല്ല സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും, അവരുടെ നാടിന് നല്ലത് കൊണ്ടുവരും. ഇതിവിടെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് കള്ളും കഞ്ചാവും കൊടുത്ത് കുറെ ദിനേശ് വീടിയും വലിച്ച്, അല്ലെങ്കിൽ കാജായും വലിച്ച്, അല്ലെങ്കിൽ ഈ ഇവന്റെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ റോഡ് ഷോയ്ക്ക് അത്രയുണ്ടല്ലേ സാധനം കിട്ടിയോന്ന് ചോദിച്ചിട്ട് എത്ര വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്, മേടിച്ചോളൂ ഇങ്ങനെ കിട്ടിയോന്ന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല, കഴിക്കുന്നവർ കഴിച്ചോട്ടെ, നമുക്കൊരു വിഷയമില്ല അതിനകത്തൊന്നും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, അതാ ചെയ്യേണ്ടത്, മനസ്സിലായോ? അവിടെ 20 വർഷം ഭരിച്ചെന്നോ അല്ലെങ്കിൽ സിറ്റിംഗ് MLA ആണോ സിറ്റിംഗ് MP ആണോ എന്നും പറഞ്ഞാൽ നമ്മൾ ആ ആളെ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ അങ്ങനെ തിരഞ്ഞെടുത്താൽ നമുക്കുണ്ടാകുന്ന ആ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ നാടിന്റെ വികസനം അവിടെ തീർന്നു പോവുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ അനിൽ ആന്റണി എന്ന് പറയുന്ന നല്ലൊരു നേതാവിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ചെറുപ്പമാണ്, ആ നാടിന് വികസനം കൊണ്ടുവരാൻ ആളെ കൊണ്ട് നടക്കും. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഏറ്റവും നല്ലൊരു വിശ്വസ്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഇന്ന് നിങ്ങൾക്ക് പത്തനംതിട്ട തന്നിരിക്കുന്നത്. അത് നമ്മൾ വിനിയോഗിക്കണം, ശരിയല്ലേ? എല്ലാവരും ഒരേ സ്വരത്തിൽ 2-3 ദിവസമുള്ളൂ, നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക, ഇറങ്ങിച്ചല്ലേ.
അങ്ങനെ ചെയ്തെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇതിനകത്താണെങ്കിലും ഒരുപാട് ആൾക്കാരെ നമ്മൾ കേന്ദ്രത്തിലോട്ട് വിടുന്നതിനെ കുറിച്ച് ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം ആ വന്ന ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ, പക്ഷേ ഈ കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് ആരൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് കറക്റ്റായിട്ട് അജണ്ടയും കാര്യങ്ങളും ഇപ്പോഴേ എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ആരൊക്കെ വേണമെന്നുള്ള ശക്തമായിട്ട് ഈ നിയമസഭയ്ക്കകത്ത് ആരൊക്കെ വേണമെന്നുള്ള കറക്റ്റ് ഇപ്പോഴേ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഇലക്ഷനിൽ കൂടെ നിങ്ങൾ അതിന്റെ ഒരു സൂചന കൊടുക്കുക. ഇവിടെ ക്രിസ്ത്യാനികളോ ഹിന്ദുവോ മുസ്ലിമോ വേർതിരിവ് കാണിക്കാൻ നമുക്ക് രാഷ്ട്രീയ പാർട്ടി അത് ആരും ആയിക്കോട്ടെ, സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, നല്ലത് ചെയ്യുന്നവരെ നിങ്ങൾ വിജയിപ്പിക്കുക. ആ നാടിന് നല്ല ചെയ്തിട്ടുണ്ടോ അവരെ നിങ്ങൾ വിജയിപ്പിക്കുക. അത് BJP ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും നിങ്ങൾ ചെയ്തു, നല്ല സ്ഥാനാർത്ഥി നമുക്ക് ആ നാട്ടിൽ വികസനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾ വിജയിപ്പിക്കുക. പക്ഷെ പത്തനംതിട്ടയെ സംബന്ധിച്ചോളം 15 വർഷം ജയിച്ചിട്ട് പിന്നെ കണ്ടിട്ടില്ല നാട്ടിൽ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. 5 വർഷം സിറ്റിംഗ് MP അല്ല സിറ്റിംഗ് MLA എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ നല്ലത്, അതോ ആ നാടിന് വികസനമാണോ വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചിട്ട് നല്ലൊരു തീരുമാനത്തിലോട്ട് എത്തുക. നിസ്സാര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യുക, പ്രവർത്തിക്കുക. എല്ലാവർക്കും